ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, കൂട്ടക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് കഥയും കവിതകളൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്കൊരു പാഠമാണ് എടുക്കുന്നത്. ഒരു അമ്മു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിലുള്ള പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും അതിലെന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അമ്മുവിൻ്റെ തോട്ടം, പാഠം 31, അമ്മുവിൻ്റെ തോട്ടം. അപ്പം അമ്മുവിൻ്റെ തോട്ടത്തിലെ പൂന്തോട്ടത്തിലെ കുറേ തരം ചെടികളുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാവില്ലേ പൂന്തോട്ടത്തിൽ കുറേ ചെടി? അമ്മുവിൻ്റെ വീട്ടിൽ ഏതൊക്കെ ചെടികളാണുള്ളത്? ചെമ്പരത്തി ഉണ്ട്, ആന്തൂറിയുണ്ട്, ഓർക്കിഡ് ഉണ്ട്, പിന്നെ കുറേ ചെടികൾ അമ്മുവിൻ്റെ വീട്ടിലുണ്ട്. അതേപോലെ അമ്മുവിൻ്റെ വീട്ടിലെ പച്ചക്കറി തോട്ടമുണ്ട്. ആ പച്ചക്കറി തോട്ടത്തിലും കുറേ പച്ചക്കറികളുണ്ട്. വെണ്ടയ്ക്കുണ്ട്, മുളകുണ്ട്, വെള്ളിരിക്കുണ്ട്, ചേനുണ്ട്, പിന്നെ കുറേ പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അമ്മുവിൻ്റെ വീട്ടിലുള്ളത് നമുക്ക് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമുക്ക് സെൻറ്റൻസ് ഒക്കെ കൂട്ടി വായിക്കണ്ടേ? അക്ഷരങ്ങൾ പഠിച്ചു, ചിഹ്നങ്ങൾ പഠിച്ചു. അപ്പം വേഗം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങളിത് സെൻറ്റൻസ് കൂട്ടി വായിക്കാൻ ശ്രമിക്കണം. പേജ് നമ്പർ 65, പാഠം 31, അമ്മുവിൻ്റെ തോട്ടം. അമ്മുവിൻ്റെ വീട്ടിൽ പൂന്തോട്ടവും പച്ചക്കറി തോട്ടവും ഉണ്ട്. അപ്പം അമ്മുവിൻ്റെ വീട്ടിലെ പൂന്തോട്ടമുണ്ട്, പച്ചക്കറി തോട്ടവുമുണ്ട്. ഒരു ദിവസം അമ്മു അച്ഛൻ്റെ കൂടെ തോട്ടത്തിൽ പോയി നോക്കി. ഹായ് ഹായ്, എന്തൊരു ഭംഗി! മുല്ലയും ഓർക്കിഡും ആന്തൂറിയവും ജമന്തിയും തുളസിയും മന്ദാരവും ചെത്തിയും ചെമ്പരത്തിയും പൂന്തോട്ടത്തിൽ ഇടകലർന്നു നിൽക്കുന്നു. എന്തു ഭംഗിയാ കാണാന്ന്! ഏതൊക്കെ പൂക്കളുണ്ട്? മുല്ലുണ്ട്, ഓർക്കിഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ചുവപ്പ് വെള്ള കളറിലെ കണ്ടിട്ടില്ലേ? റോസ് ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ആന്തൂറിയുണ്ട്, ജമന്തി, തുളസി, മന്ദാരം, തെച്ചി, ചെമ്പരത്തി, അങ്ങനെ കുറേ ചെടികൾ അമ്മുവിൻ്റെ വീട്ടിലുള്ള പൂന്തോട്ടത്തിലുണ്ട്. പച്ചക്കറി തോട്ടത്തിലാകട്ടെ വെണ്ടയും ചീരയും വഴുതനയും കാന്താരിയും വെള്ളരിയും ചേനയും ചേമ്പും പാവലും തക്കാളിയും ഉണ്ട്. അപ്പോൾ പച്ചക്കറി തോട്ടത്തിലാണെങ്കിൽ ഏതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ? വെണ്ട ഉണ്ട്. നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടില്ല? എന്താ വെണ്ട ഉണ്ടാ? അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലൊക്കെ ഇടില്ലേ? വെണ്ടയ്ക്ക തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കും, സാമ്പാറിലിടും. ലേഡീസ് ഫിംഗർ പച്ച കളറിലെ നീളത്തിലെ. അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ട്. ചീര ഉപ്പേരി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചീര, വഴുതനങ്ങ, കാന്താരി മുളകാണ്, കാന്താരി, വെള്ളരി, ചേന, ചേമ്പ്, പാവല്, തക്കാളി, ഇതൊക്കെ പച്ചക്കറി തോട്ടത്തിലുണ്ട്. അമ്മയാണ് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത്. അപ്പൊ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുന്നത് ആരാ? അമ്മ. ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് ആരാണ്? അമ്മ. അച്ഛൻ വളവും മറ്റുമിടും. അച്ഛൻ എന്ത് ചെയ്യുന്നു? ചെടികൾക്കൊക്കെ വളമിട്ട് കൊടുക്കുന്നു, അമ്മ വെള്ളം ഒഴിക്കുന്നു. അമ്മവും അവരോടൊപ്പം കൂടാറുണ്ട്. അമ്മ വെള്ളം നനയ്ക്കുമ്പോൾ ഇവളും പൈപ്പൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ നനയ്ക്കാറുണ്ട്. ചെറിയ ബക്കറ്റിലെടുത്ത് കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് ചെടികൾക്ക് ഒഴിക്കാറുണ്ട്. അപ്പം അമ്മയുടെ കൂടെ സഹായത്തിന് അമ്മുവും കൂടാറുണ്ട്. തോട്ടത്തിൽ അമ്മു അനിയൻ അപ്പുവിനോടൊപ്പം കളിക്കാൻ പോകും. അപ്പം അമ്മു ആരുടെ കൂടെയാണ് കളിക്കുന്നത്? അനിയൻ്റെ കൂടെയാണ്. അനിയൻ്റെ പേരെന്താ? അപ്പു. അമ്മുവിൻ്റെ അനിയൻ്റെ പേരെന്താണ്? അപ്പു. അപ്പുവിൻ്റെ കൂടെ തോട്ടത്തിൽ കളിക്കാൻ പോകും. അത് കണ്ട് അമ്മ രസിക്കാറുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് തോട്ടത്തിൽ പോയിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അമ്മുവിൻ്റെ വീട്ടിൽ ഏതു തരം തോട്ടങ്ങളുണ്ട്? 2 തരം തോട്ടങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? പൂന്തോട്ടവും ഉണ്ട്, പച്ചക്കറി തോട്ടവും ഉണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിച്ചാൽ നമുക്കറിയില്ല. അമ്മുവിൻ്റെ വീട്ടിൽ എത്ര തരം തോട്ടങ്ങളുണ്ട്? 2 തരം. ഏതൊക്കെയാണ്? പൂന്തോട്ടവും പച്ചക്കറി തോട്ടവും ഉണ്ട്. പൂന്തോട്ടത്തിൽ ഏതൊക്കെ ചെടികളുണ്ട്? ഏതെങ്കിലും 3 പേര് പറയൂ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പറയും? ഏതൊക്കെ ചെടിയാണ്? ഓർക്കിഡ്, ആന്തൂറിയം, തെച്ചി, ചെമ്പരത്തി, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി പച്ചക്കറിയാണെങ്കിൽ ഏതാ പറയുക?
വെള്ളരി, വെണ്ട, കാന്താരി, പിന്നെയോ ചേമ്പ്, ചേന, കുറവല്ല, ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. അപ്പോൾ പാഠം എല്ലാവർക്കും ഇഷ്ടമായില്ലോ? അമ്മുവിൻ്റെ തോട്ടത്തെ പറ്റിയുള്ള പാഠം ഇഷ്ടമായി അല്ലേ? അപ്പോൾ പാഠം എല്ലാവരും വായിക്കണം. നോട്ട്സ് മാം ഇതിന് ശേഷം തരും, അത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.